ഹാവ് എ ഡീപ് ബ്രത്ത്. ഇൻറ്റിമസിയിൽ ഒരു ദിവസം തുടങ്ങുന്നത് കളരി സാധനയോടുകൂടിയാണ്. കൂടുതൽ സമയവും അരിപ്പ വനത്തിൽ തപസ് ചെയ്യുമായിരുന്നു. കേരളത്തിൽ ഇത് അത്ര പരിചിതമല്ല. പിന്നെ ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു യോഗി ഈ ചക്രനിലയെ ഒരു ആധുനിക സംവിധാനത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 7 years ആയതേ ഉള്ളൂ. പക്ഷേ 50-ലേറെ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1500 പേര് വന്നു പോയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ പാത്തി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ടേബിൾ. അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ബാക്കി സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ആ ഒരു ശക്തിയുടെ മുന്നിൽ ഒരു രോഗവും നിയന്ത്രണ അതീതമല്ല. ഇവിടെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്ന വിറ്റിലിഗോ, ഈ വെള്ളപ്പാണ്ട്, സോറിയാസിസ്, ക്യാൻസർ, ഓസ്റ്റിയോപൊറോസിസ്, ഇങ്ങനെ പല തരം ബുദ്ധിമുട്ടുകളുമായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇവിടെ വരുന്ന രോഗികളെ നാം ഈ പ്രകൃതിയുടെ കയ്യിലങ്ങ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഗസ്റ്റുകൾ ആദ്യം ചെയ്യുന്നത് ഈ നെയ്യ് കുടിക്കുകയാണ് വെറും വയറ്റിൽ. നമ്മുടെ അടുക്കളയിലേക്കുള്ള പച്ചക്കറികളിൽ ഒരു 80 മുതൽ 90% നാം ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. നമ്മുടെ അന്നം നാം തന്നെ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, അത് ഇവിടെ വരുന്ന ഗസ്റ്റിനും അനുഭവിക്കാവുന്നതാണ്. പൗരാണിക സംവിധാനത്തിലെ ഒരു കുളം, അതിന് പകരം നാം ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത് ആധുനിക നിലയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. പ്രധാന കവാടത്തോട് ചേർന്ന് കാണേണ്ടത് ഒരു ഗോശാലയാണ്. അവർ മേഞ്ഞു നടക്കുന്നു. ഇൻറ്റിമസി എന്ന വാക്ക് തന്നെ ഇന്ത്യയും തത്വമസിയുടെ അസിയും കൂടി ചേർത്തിട്ടുള്ള ആണ് ഇൻറ്റിമസി. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മന്ത്രസാധനയാണ്. ഏകദേശം ഒരു 4-5 വർഷം ഞാൻ എൻ്റെ ഏകാന്തതയിൽ, പ്രത്യേകിച്ചും കൂടുതൽ സമയവും അരിപ്പ വനത്തിൽ തപസ് ചെയ്യുമായിരുന്നു. എൻ്റെ പേര് യോഗി ശിവൻ. സിദ്ധയോഗ മാർഗത്തിലെ ശിവജ്യോതി ധർമാനന്ദ സ്വാമികളിൽ നിന്ന് മന്ത്രദീക്ഷ നേടി ആണ് ഞാൻ എൻ്റെ മന്ത്രസാധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഭാരത സംസ്കാരത്തിൻ്റെ ആപ്തവാക്യം തന്നെ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ്. അതായത് നമ്മുടെ ശരീരമാണ് നമ്മുടെ എല്ലാം. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ജീവിതമില്ലല്ലോ. ആരോഗ്യത്തെ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇൻറ്റിമസി. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, നാം കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും കിട്ടുന്ന ചൂടും ശ്വസിക്കുന്ന വായുവും കൃത്യമായി നിയന്ത്രിച്ചാൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയും. ഇങ്ങനെ 5 ഊർജങ്ങളെ എപ്പോൾ നമ്മൾ സമന്വയിപ്പിക്കുന്നു, അതോടുകൂടി ശരീരത്തിൻ്റെ പൂർണ്ണമായ ഒരു ആരോഗ്യ അനുഭവം നമുക്കുണ്ടാകും. ഏകദേശം 15 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന ഈ സ്ഥലം സിറ്റിയിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഡ്രൈവിൻ്റെ ദൂരത്തിലും ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന ഈ ഒരു നിർമ്മലമായ അവസ്ഥ. അപ്പോൾ സിറ്റിയുടെ ആക്സസും എന്നാൽ ഗ്രാമത്തിൻ്റെ നൈർമല്യവും വ്യക്തമായിട്ടും കൃത്യമായും നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്നതാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വാസ്ഥ്യം എത്രത്തോളം കാലം നാം നിലനിർത്തുന്നുവോ അത്രയും കാലം ഒരു രോഗവും നിയന്ത്രണ അതീതമല്ല എന്ന ശാസ്ത്ര സത്യമാണ് ഗുരുക്കന്മാർ അവതരിപ്പിച്ചത്. ഇൻറ്റിമസിയിൽ നമുക്ക് അത് വ്യക്തമായി അനുഭവത്തിൽ കൊണ്ടുവരാവുന്നതാണ്. ഏകദേശം ഒരു 60ഓളം രാജ്യങ്ങളിൽ നിന്നായി 1800-ൽ പരം ആൾക്കാർ ഇവിടെ ഏകദേശം ഒരു 5 വർഷത്തിനകത്ത് വന്നു കഴിഞ്ഞു. 99% നമുക്ക് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ മാറാ രോഗങ്ങൾ എന്ന സങ്കല്പം തന്നെ തെറ്റാണ്. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ആ ഒരു ശക്തിയുടെ മുന്നിൽ ഒരു രോഗവും നിയന്ത്രണ അതീതമല്ല. ഇവിടെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്ന വിറ്റിലിഗോ, ഈ വെള്ളപ്പാണ്ട്, സോറിയാസിസ്, ക്യാൻസർ, ഓസ്റ്റിയോപൊറോസിസ്, ഇങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുമായി പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇവിടെ വരുന്ന രോഗികളെ നാം ഈ പ്രകൃതിയുടെ കയ്യിലങ്ങ് ഏൽപ്പിക്കുകയാണ്. കൃത്യമായ ചര്യകളിലൂടെ അന്നബലവും ആസനബലവും പ്രാണബലവും മനോബലവും ഔഷധബലവും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നമുക്ക് അതിപ്പോൾ ഒരു ഡേറ്റകളായിട്ട് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ആധുനിക കാലത്ത് എപ്പോഴും വേണ്ടത് ഡേറ്റാസാണല്ലോ. ആ രീതിയിലും നമുക്ക് ഇവിടെ ഉള്ള ഡേറ്റ ഏവർക്കും എപ്പോഴും പരിശോധിക്കാവുന്നതുമാണ്. ആയുർവേദ ഡോക്ടർമാർ, സിദ്ധ ഡോക്ടർമാർ, ഹോമിയോപ്പതി ഡോക്ടർമാർ, പ്രകൃതി ചികിത്സകർ, ഇങ്ങനെ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അക്കാഡമിക് തലത്തിലുള്ള നല്ലൊരു ടീം നമുക്കുണ്ട്. ഞാൻ ഈ കളരി പാരമ്പര്യത്തിൽ നിന്നാണ് വന്നത്. അതായത് തെക്കൻ കളരിയുടെയും വടക്കൻ കളരിയുടെയും മർമ്മ പ്രയോഗങ്ങളാണ് സത്യത്തിൽ ഞാൻ എൻ്റെ യുവത്വത്തിൽ പഠിച്ചത്. അതിനുശേഷം സന്യാസമാർഗം സ്വീകരിച്ച് മനസ്സിൻ്റെ അഗാധ തലങ്ങൾ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്ന അന്വേഷണത്തിൽ ഞാൻ ഏകദേശം ഒരു 4.5 വർഷം എൻ്റെ ഏകാന്തതയിൽ
തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ ഗുരുക്കന്മാർ നമുക്ക് പകർന്നു തന്ന ആ മൗനമാർഗം, മുനിമാരാണ് ഭാരത സംസ്കാരത്തെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ആ മൗനത്തിൻ്റെ ശക്തിയെ ഞാൻ അനുഭവിച്ചറിഞ്ഞ് അതാണ് ഇപ്പോൾ മന്ത്രമായി ഇൻറ്റിമസിയിൽ ഉപയോഗിക്കുന്നത്. അതായത് 2000 മുതൽ 5000 വർഷങ്ങൾ വരെ പാരമ്പര്യമുള്ള ആ മനസ്സിൻ്റെ ശക്തിയെ മന്ത്രമായി ഉപയോഗിക്കുകയും ഡോക്ടർമാരുടെ സേവനത്തിൽ നിന്ന് മരുന്നിനെയും കൂടി ചേർത്ത് പഴയ മന്ത്രവും മരുന്നും കൂടിയാണ് ഇപ്പോൾ നാം ഇൻറ്റിമസിയിൽ ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി എല്ലാവർക്കും വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. ഇൻറ്റിമസിയിൽ ശാരീരിക രോഗങ്ങളെ മാത്രമല്ല നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് സ്വസ്ഥത എന്ന് പറയുന്നത് ആ സുശ്രുത മഹർഷിയുടെ വിശദീകരണ പ്രകാരം ശരീരവും മനസ്സും ആത്മാവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രസന്നാവസ്ഥ, അതാണ് സ്വാസ്ഥ്യം. അപ്പോൾ ഇവിടെ ശാരീരിക രോഗങ്ങളെ മാത്രമല്ല, മാനസികമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകളെയും ആത്മീയമായി ഉണ്ടാകുന്ന സംശയങ്ങൾക്കും പരിഹാരമായാണ് ഈ സ്വസ്ഥ വൃത്തം എന്ന ഒരു സംവിധാനം ഇൻറ്റിമസിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് പ്രായഭേദമൊന്നുമില്ല. കുട്ടികൾ മുതൽ 90 വയസ്സുള്ള ആൾക്കാർ വരെ ഇവിടെ പലതരം ആവശ്യങ്ങൾക്കായിട്ട് വന്ന് തൃപ്തരായിട്ട് മടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇൻറ്റിമസി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ബിൽഡിംഗ്. ഇതാണ് ഞങ്ങളുടെ ആയുർവേദ ബ്ലോക്ക്. 7 ട്രീറ്റ്മെൻറ്റ് റൂംസും പിന്നെ ഒരു യോഗ ഹാളാണ് ഈ ബ്ലോക്കിൽ വരുന്നത്. ടോട്ടൽ 6 ഡോക്ടേഴ്സാണ് ഇൻറ്റിമസിയിലുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻപേഷ്യൻസ് ആണ് വരുന്നത്, ഇവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ. പക്ഷേ ഞങ്ങൾക്ക് ഔട്ട് പേഷ്യൻറ്റ് ഫെസിലിറ്റിയും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് റൂം. ഇവിടെ ഗസ്റ്റുകൾക്ക് ഒരുപാട് ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. അഭ്യംഗം, ശിരോധാര, ഉദ്വർത്തനം എന്ന് പറയുന്ന ക്ലാസിക്കലായിട്ടുള്ള ആയുർവേദിക് തെറപ്പീസും അത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സിദ്ധയുടെ കൂടെയും ചെയ്യാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ പാത്തി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ടേബിൾ. അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് ബാക്കി സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ ഡിസൈൻ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഈ 108 മർമ്മങ്ങൾ എന്നൊക്കെ പറയില്ലേ, ആ മർമ്മങ്ങളെ എല്ലാത്തിനെയും കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള മസാജസ് ചെയ്യാനുള്ള ടേബിളാണിത്. ഇൻറ്റിമസിയിൽ 3 ടൈപ്പ് ഗസ്റ്റാണ് ഞങ്ങൾക്ക് വരാറുള്ളത്. ആദ്യം ട്രീറ്റ്മെൻറ്റ് ബേസ്, ഒരു അസുഖത്തിന് ഇന്ന ചികിത്സ വേണമെന്നുള്ള രീതിയിൽ. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി സുഖചികിത്സ, ഡീടോക്സ്, റെജുവിനേഷൻ അതുപോലെ. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന യോഗ, മെഡിറ്റേഷൻ അത് മാത്രം പഠിക്കാനും ചെയ്യാനുമായിട്ട്. ഞങ്ങളുടെ ഇൻറ്റിമസി ഒരു NABH ഹോസ്പിറ്റലാണ്, പക്ഷേ ഒരു റിസോർട്ട് ആംബിയൻസിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സിക്കുന്നു എന്നുള്ളൊരു ഫീലും തോന്നില്ല. ഒരു വെക്കേഷനുമാണ്, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളൊരു വെക്കേഷൻ. ഒരു എൻക്വയറി ആയിട്ട് വരികയാണെങ്കിൽ 2 ഓപ്ഷൻസാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഒന്നീ ഡോക്ടറിനെ നേരിട്ട് വന്ന് ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് വന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻസ് എടുക്കാറുണ്ട്. സോ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര ദിവസം വന്ന് നിന്നാലായിരിക്കും നല്ലതെന്ന്. അത് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതനുസരിച്ച് ഞങ്ങളുടെ റിസർവേഷൻസ് പിന്നെ ബാക്കി പ്രോസസ്സ് എല്ലാം ചെയ്യും. ഇൻറ്റിമസി ഹീലിംഗ് വില്ലേജ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഒരു 14 ഏക്കേഴ്സിലാണ്. ഇത് വരുന്ന ട്രിവാൻഡ്രം ജില്ലയിൽ നെടുമങ്ങാട് പൂവത്തൂർ എന്ന് പറയുന്ന വില്ലേജിലാണ്. ഇൻറ്റിമസി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൻ്റെ പേര് പൂവത്തൂർ എന്നാണ്. പൗരാണികമായിട്ടുള്ള നാമം പൂപത്ത് ഊര് എന്നാണ്. അതായത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ചികിത്സാ സംവിധാനം മരുന്നും മന്ത്രവും ചേർന്നതായിരുന്നു. ഈ മരുന്നും മന്ത്രവും എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മന്ത്രം എങ്ങനെയാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന്. ഇന്ന് വെസ്റ്റേൺ വേൾഡ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖ ഈ ക്വാണ്ടം ഹീലിംഗ് എന്നാണ്. അതായത് ട്രെയിൻ ദ മൈൻഡ് ദെൻ ബോഡി വിൽ ഒബേ ഇറ്റ്സ് കമാൻഡ്. 2300 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സുശ്രുത മഹർഷി സുശ്രുത സംഹിതയിൽ പറഞ്ഞതാണ് ശരീര മനസ്സോ യോഗോ പരസ്പരം അനുവർജേത്. അതായത് ശരീരം മാറ്ററും മനസ്സ് എനർജിയുമായി പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഈ സംവിധാനം. ടെക്നിക്കലി ഈ ക്യാമറേനെ ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ ക്യാമറ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗർ ടിപ്സ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഫിംഗർ ടിപ്സ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നെർവ് എൻഡിങ്സ് വരുന്നത് ഫിംഗർ ടിപ്സിലും ടോ ടിപ്സിലും ആണ്. അപ്പോൾ ഇമേജ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാ ഓർഗൻസിൻ്റെയും എനർജി വ്യതിയാനങ്ങൾ അറിയാൻ പറ്റും. ചില ഓർഗൻസിൽ എനർജി കൂടുതലായിരിക്കും, കുറവായിരിക്കും. അതിൽ നിന്ന് നമുക്കൊരു ബ്രീഫ് ഐഡിയ കിട്ടും, ഇന്ന ഓർഗനിലായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ അറ്റൻഷൻ കൊടുക്കേണ്ടതാണ്. ഇതൊരാളുടെ റിസൾട്ടാണ്. ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ എനർജി ബാർ മാത്രം നല്ല കൂടി നിൽക്കുകയാണ്.
അത് ഇത് ഏത് സ്ഥലവും നോക്കുമ്പോൾ നടു. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ആക്ച്വലി ഒരു നടു പ്രോബ്ലം ഉണ്ടായിരുന്നു, കുറച്ച് വേദന, സ്റ്റിഫ്നെസ്. അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ക്ലിയർ ആയിട്ട് ഇതിൽ കാണുന്നുണ്ട് അവിടെ ഒരു എനർജി വേരിയേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു ഇൻഡിക്കേഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കാം. ഈ സംവിധാനം ക്രില്യൻ ക്യാമറ 10-20 വർഷങ്ങളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് വളരെ അപൂർവമാണ്. നാം അത് പരിചയപ്പെടുത്തിയത് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഈ യോഗ ചികിത്സ അല്ലെങ്കിൽ സിദ്ധ മാർഗത്തിൽ ഈ ആധുനികതയെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ആ ഒരു മൗലിക തത്വം സ്വയം അനുഭവിക്കുകയും ഗുരുക്കന്മാരിൽ നിന്ന് ശരിക്കും എൻഡോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ അതെങ്ങനെ സാധാരണ ജനങ്ങൾക്ക് യുക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവർക്ക് എങ്ങനെ ബോധ്യപ്പെടുത്താം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഉപകരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരാൾ ഈ ക്യാമറയിലൂടെ അവരവരുടെ ആ ഒരു ചക്ര നില മനസ്സിലാക്കിയാൽ സ്വയം എങ്ങനെയാണ് ചികിത്സയ്ക്ക് തയ്യാറാകേണ്ടത് എന്ന് ഈ വ്യക്തിക്ക് ഒരു വ്യക്തമായ ഐഡിയ കിട്ടും. ഇത് ആർക്കും എപ്പോഴും ശരിക്കും പരിശോധിക്കാവുന്നതും പിന്നീട് ഡോക്ടർമാരുടെ ആ ഉപദേശാനുസരണം ചികിത്സകൾക്ക് ഇത് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ ഇന്നത്തെ ഇന്ത്യ അല്ല സത്യത്തിലെ പൗരാണിക ഭാരതം. ചെറുഗ്രാമങ്ങൾ, സ്വയം പര്യാപ്തമായ ചെറുഗ്രാമങ്ങൾ ചേർന്ന നാട്ടുരാജ്യങ്ങളും നാട്ടുരാജ്യങ്ങൾ ചേർന്ന ചക്രവർത്തി പദങ്ങളും പല ചക്രവർത്തി പദങ്ങളും ചേർന്ന ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മയായിരുന്നു പഴയ ഭാരതം. അതിൻ്റെ ആ ആത്മാവായിരിക്കുന്ന സ്വയം പര്യാപ്തമായ ഒരു ഗ്രാമത്തിൻ്റെ പുനർസൃഷ്ടിയാണ് ഇപ്പോഴത്തെ ഇൻറ്റിമസി. അതിൻ്റെ പ്രത്യേകത, ആ ഗ്രാമത്തിൽ പ്രധാന കവാടത്തോട് ചേർന്ന് കാണേണ്ടത് ഒരു ഗോശാലയാണ്. ആ ഗോശാലയ്ക്ക് സമീപം കൃഷിസ്ഥലങ്ങൾ, ഒരു ഭാഗത്ത് താമസ സൗകര്യം, വാസഗ്രഹങ്ങൾ, മറ്റൊരു സ്ഥലത്ത് ഒരു കുളം, കുളത്തിന് ചേർന്ന് ഒരു ചർച്ചാമണ്ഡപം, ചർച്ചാമണ്ഡപത്തോട് ചേർന്ന് ഒരു തുറന്ന ആംഫി തിയേറ്റർ, പിന്നൊരു കുഴിക്കളരി, കളരി ചികിത്സാ കേന്ദ്രം. ഇത്രയും കൂടി ചേർന്നാൽ മാത്രമേ പൗരാണിക ഭാരതത്തിൻ്റെ ആ ഗ്രാമസങ്കല്പം പൂർത്തിയാവുകയുള്ളൂ. ഇൻറ്റിമസിയിൽ അതാണ് പുനർസൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൃഷി എങ്ങനെയാണ് രാസവളങ്ങളുടെ അമിത പ്രയോഗമില്ലാതെ ശുദ്ധമായ ആഹാരം എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളത് നമ്മളോട് പഠിപ്പിക്കുന്നു. ആൾക്കാർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഞങ്ങളുടെ പശുക്കൾക്ക് കാലിത്തീറ്റ കൊടുക്കില്ല, അവർ മേഞ്ഞു നടക്കുന്നു. ഇവിടുത്തെ പുല്ല് തന്നെ തിന്ന് ഇവിടുത്തെ വെള്ളം കുടിച്ച് കിട്ടുന്ന ആ പാലാണ് അഥവാ ചായയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ആയുർവേദ ചികിത്സയ്ക്കോ ശുദ്ധമായ പാല്. ഇങ്ങനെ അന്നശുദ്ധിയെയും ആസനശുദ്ധിയെയും ക്രോഡീകരിച്ച് ആധുനിക സംവിധാനങ്ങളോടുകൂടി നാം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ പൗരാണിക സംവിധാനത്തിലെ ഒരു കുളം, അതിന് പകരം നാം ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നത് ആധുനിക നിലയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ്. ജർമ്മൻ ടെക്നോളജിയിൽ ആ ഒരു ക്ലെൻസിങ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ താമസ സൗകര്യം, കൃത്യമായിട്ടും ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ സ്റ്റാൻഡേർഡിലുള്ള ഒരു താമസ സൗകര്യമാണ് ഇൻറ്റിമസിയിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പൈതൃകത്തിൽ നിന്ന് നാം സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞതോ നഷ്ടപ്പെടുത്തിയതോ ആയിട്ടുള്ള ഒരു വലിയ നിധിയാണ് നാം ഇൻറ്റിമസിയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ അറിവിൽ ലോകത്തൊരു സ്ഥലത്തും ഈ സങ്കല്പത്തെ ഇങ്ങനെ പുനഃസൃഷ്ടിച്ചതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിൽ പൗരാണികതയുടെ ആ ഒരു ശാഠ്യത്തെ അല്പം പോലും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല. അതായത് 7, 14, 21, 28 ഈ പാക്കേജുകളിലായിട്ടാണ് ചികിത്സയെ പണ്ട് ക്രമീകരിച്ചിരുന്നത്. പലർക്കും തോന്നും എന്തുകൊണ്ട് 7 അല്ലെങ്കിൽ 28. ചന്ദ്രൻ ഭൂമിയെ ചുറ്റി വരാൻ 28 ദിവസമെടുക്കും. ആ 28 ദിവസം കൊണ്ട് മാത്രമേ ശരീരത്തിനകത്ത് ഒരു ചാക്രികത പൂർണ്ണമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ആയുർവേദ സംവിധാനത്തിലെ ഏത് ചികിത്സയും 7 മുതൽ 28 ദിവസം വരെ ക്രോഡീകരിച്ചിരിക്കുന്നത്. നാമും അതേ ചിട്ട തന്നെയാണ് യാതൊരു വ്യതിയാനവുമില്ലാതെ പിന്തുടരുന്നത്. ഇവിടെ നാം പരമാവധി ശ്രദ്ധിക്കുന്നത് വരുന്ന ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരു അനുഭവം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചികിത്സയ്ക്കുപരി ഒരു സ്വയം പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതിനുള്ള സങ്കേതങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഇൻറ്റിമസിയിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വിദേശികളാണ്. എങ്കിലും സ്വദേശികളായിട്ട് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വസുധൈവ കുടുംബകം എന്ന് പറയുന്ന പോലെ ലോകമേ തറവാടാണ്, നമ്മുടെ തന്നെ തറവാട്. ആ ഒരു സങ്കല്പമാണ് എല്ലാവർക്കും
ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത്.